ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഇതെന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തവരാണ് നമ്മൾ പലരും. സോ ഡോണ്ട് വറി, IILT ഈസ് ഹിയർ ടു ഹെൽപ്പ് യു. ഐ എം ഗ്രേസ് ഓഷ്യൻ, ആൻ OET ട്രെയിനർ ഫ്രം IILT. ടുഡേ ലെറ്റ് us see എന്താണ് ആക്റ്റീവ് വോയിസ്, എന്താണ് പാസീവ് വോയിസ്, എങ്ങനെയാണ് നമുക്കിത് ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ ലെറ്ററിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ലെറ്റ് us begin with an example. Jake presented with 10-day history of fever. ഇങ്ങനെ പറയുമ്പോൾ ഇതൊരു ആക്റ്റീവ് സെൻറ്റൻസ് ആണോ അതൊരു പാസീവ് സെൻറ്റൻസ് ആണോ? നമുക്ക് നോക്കാം. ഇതൊരു ആക്റ്റീവ് സെൻറ്റൻസ് ആണ്. എന്തുകൊണ്ടാണ് ഇത് ആക്റ്റീവ് സെൻറ്റൻസ് ആവുന്നത്? ബിക്കോസ് ജേക്ക് പ്രസൻറ്റഡ് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പ്രസൻറ്റഡ് എന്നുള്ളതാണ് ഇവിടെ ഉള്ള വേർബ്. ഈ സെൻറ്റൻസിലുള്ള വേർബാണ് പ്രസൻറ്റഡ്. ജേക്ക് പ്രസൻറ്റഡ് വിത്ത് 10-day history of fever. സോ ഇവിടുത്തെ വേർബ് ചെയ്തിരിക്കുന്നത് ആരാണ്? വേർബ് ചെയ്തിരിക്കുന്നത് സബ്ജക്റ്റാണ്. ഹിയർ പ്രസൻറ്റഡ് ഈസ് ദ വേർബ് and Jake is the subject. Since Jake does the verb directly, it becomes an active sentence. So, ഒരു ആക്റ്റീവ് സെൻറ്റൻസിൽ അവിടെയുള്ള വേർബ് ആരാണോ ചെയ്യുന്നത് അവരുടെ പേരാണ് അവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ അതൊരു ആക്റ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. 2-3 എക്സാമ്പിളും കൂടി നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത് ഇച്ചിരി കൂടെ എളുപ്പമായിട്ട് തോന്നും. സോ ജേക്ക് പ്രസൻറ്റഡ് വിത്ത് 10-day history of fever. ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്ത ആൾ തന്നെയാണ് ജേക്ക്. അതുകൊണ്ട് നമുക്ക് ജേക്ക് പ്രസൻറ്റഡ് എന്ന് പറയാം. ഒരിക്കലും ആക്റ്റീവ് സെൻറ്റൻസിൻ്റെ കൂടെ വാസ് പ്രസൻറ്റഡ് എന്ന് പറയരുത്. ബിക്കോസ് വാസ് പ്ലസ് ED എന്ന് പറയുന്ന ഫോർമാറ്റ് പാസ്റ്റ് ടെൻസിലെ പാസീവ് വോയിസ് ആണ്. ഒരിക്കലും നിങ്ങൾ പ്രസൻറ്റഡിൻ്റെ കൂടെ വാസ് പ്രസൻറ്റഡ് എന്ന് ചേർക്കരുത്. ബിക്കോസ് ഇറ്റ് ബിക്കംസ് പാസീവ് ഇൻസ്റ്റെഡ് ഓഫ് ആക്റ്റീവ്. ജേക്കാണ് അവിടെ വേർബ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ആക്റ്റീവ് ഫോമിൽ പറഞ്ഞില്ലെങ്കിൽ അതൊരു ഗ്രാമാറ്റിക്കൽ എററാണ്. ഓക്കെ, സോ വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹി കംപ്ലെയിൻഡ് റിഗാർഡിംഗ് പെയിൻ. സോ ഹി കംപ്ലെയിൻഡ് റിഗാർഡിംഗ് പെയിൻ എന്ന് പറയുമ്പം കംപ്ലെയിൻറ്റ് എന്നുള്ള വാക്കാണ് നമുക്ക് എന്ത് വരുന്നത്? അവിടെ ഒരു വേർബായിട്ട് വരുന്നത്. ആരാണ് കംപ്ലെയിൻറ്റ് ചെയ്തത്? പേഷ്യൻ്റാണ്. അതായത് ഹി എന്ന് പറയുന്നതാണ് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. സോ സബ്ജക്റ്റ് ഡസ് ദ വേർബ് ഡയറക്ട്ലി. സോ ഈ സെൻറ്റൻസും ഒരു ആക്റ്റീവ് സെൻറ്റൻസ് ആണ്. അതുപോലെ തന്നെ ഏതൊരു സെൻറ്റൻസിലും നിങ്ങൾ എഴുതുമ്പം ശ്രദ്ധിക്കുക, അവിടെ നടക്കുന്ന വേർബ് സബ്ജക്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് ആക്റ്റീവ് ഫോം ആയിരിക്കും. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഹി റിക്കവേർഡ് കംപ്ലീറ്റ്ലി. പലരും എഴുതാറുള്ളത് ഹി വാസ് റിക്കവേർഡ് കംപ്ലീറ്റ്ലി എന്നാണ്. ഇതിലേതായിരിക്കാം ശരി? നമുക്കറിയാം ആക്റ്റീവ് സെൻറ്റൻസിൽ നമുക്ക് വാസ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. റിക്കവർ ചെയ്തത് പേഷ്യൻ്റാണ്. സോ അതൊരു ആക്റ്റീവ് സെൻറ്റൻസ് ആണ്. ബിക്കോസ് റിക്കവറായി എന്നുള്ളൊരു വേർബ് അവിടെ നടന്നിരിക്കുന്നത് ഡയറക്റ്റ് പേഷ്യൻറ്റിനെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണത്. സോ ഇതൊരു ഡയറക്റ്റ് സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ആക്റ്റീവ് ഫോമാണ്. അപ്പോൾ ഹി വാസ് റിക്കവേർഡ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കറക്റ്റ് സെൻറ്റൻസ് ഹി റിക്കവേർഡ് കംപ്ലീറ്റ്ലി എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ഈസ് പാസീവ് വോയിസ്. പാസീവ് വോയിസ് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. ഹി വാസ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ. ഇതൊരു പാസീവ് വോയിസ് ആണ്. എന്തുകൊണ്ടായിരിക്കാം? ബിക്കോസ് ഇവിടെ അഡ്മിറ്റഡ് എന്ന് പറയുന്ന വേർബ് ആരാ ചെയ്തത്? പേഷ്യൻ്റാണോ? അല്ല, ഒരു ഡോക്ടറോ നേഴ്സോ ആണ് അഡ്മിഷൻ കൊടുക്കുന്നത്. സോ മറ്റൊരാൾ പേഷ്യൻറ്റിന് വേണ്ടി ചെയ്ത ഒരു കാര്യമാണിത്. സോ അങ്ങനെ വരുന്ന മറ്റൊരാൾ പേഷ്യൻറ്റിന് വേണ്ടി കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പേഷ്യൻറ്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പാസീവ് വോയിസിലാണ് പറയുന്നത്. OET ലെറ്റർ ഒരുപാട് പാസീവ് വോയിസ് യൂസ് ചെയ്യുന്ന ഒരു ഫോർമൽ ലെറ്ററാണ്. ബിക്കോസ് ഒരുപാട് കാര്യങ്ങൾ പേഷ്യൻറ്റിന് വേണ്ടി കൊടുക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അതല്ലെങ്കിൽ ഒരു നേഴ്സോ ഒരു ഡോക്ടറോ മറ്റൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലോ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളുടെ ഒരു എക്സ്പ്ലനേഷൻ മിക്കവാറും തന്നെ നമുക്ക് നമ്മുടെ ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ കൊടുക്കുന്ന എല്ലാ സർവീസുകളുടെയും എക്സ്പ്ലനേഷൻ നിങ്ങൾ പാസീവ് വോയിസിൽ വേണം എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ. ഫോർ എക്സാമ്പിൾ, ഹി വാസ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ. വാസ് അഡ്മിറ്റഡ്, വാസ് പ്ലസ് ED എന്നുള്ളൊരു ഫോം പാസീവ് വോയിസ് ആണ്. സോ പാസ്റ്റ് ടെൻസിൽ നിങ്ങൾക്ക് പറയുമ്പോൾ വാസ് പ്ലസ് ED ചേർത്തെഴുതുന്നത് എന്തും പാസീവ് വോയിസ് ആണ്. എക്സാമ്പിളാണ് ഹി വാസ് അഡ്മിറ്റഡ്, ഹി വാസ് പ്രൊവൈഡഡ്. ഇതെല്ലാം പാസീവ് വോയിസ് ആണ്. സോ മറ്റൊരാൾ കൊടുത്ത കാര്യമാണ്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ പാസീവ് വോയിസ്. നെക്സ്റ്റ് നമുക്ക് ആക്റ്റീവ് പാസീവ് വോയിസിലെ കോമൺ എറേഴ്സ് ചെക്ക് ചെയ്യാം. വെരി കോമൺ ആയിട്ട് വരുന്ന ഒരു എററാണ് ഹി വാസ് പ്രസൻറ്റഡ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് നൗ ദാറ്റ് ഇസ് ക്ലിയർ ടു യു. ഒരിക്കലും ഹി വാസ് പ്രസൻറ്റഡ് എന്ന് പറയില്ല. ബിക്കോസ് ഇറ്റ് ബിക്കംസ് പാസീവ് വോയിസ് ആൻഡ് ഇറ്റ് ഈസ് റോങ്. സോ യു ക്യാൻ റൈറ്റ് ആസ് ഹി പ്രസൻറ്റഡ്. ബട്ട് യു ക്യാൻ റൈറ്റ് ആസ് ഹി വാസ് അഡ്മിറ്റഡ് ബിക്കോസ് അഡ്മിഷൻ ചെയ്തത് ഡോക്ടറോ നേഴ്സോ മറ്റാരോ ആയിരിക്കാം. സോ ഹി വാസ് അഡ്മിറ്റഡ്. അങ്ങനെ നിങ്ങൾക്ക് എഴുതാം. മറ്റൊരു എറർ വരുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. ഹി ഹാസ് ഡയഗ്നോസ്ഡ് എന്നുള്ളതാണോ ഹി ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് എന്നുള്ളതാണോ ശരി? ആക്ച്വലി ഹി ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കാം? ബിക്കോസ് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് എന്നുള്ളത് ഒരു പാസീവ് വോയിസ് ആണ്. ഈ ഹാസിൻ്റെ കൂടെ ബീൻ വരുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റിലെ പാസീവ് വോയിസ് ആയിട്ടാണ് അത് മാറുന്നത്. ഡയഗ്നോസിസ് ചെയ്യുന്നത് ഒരു ഡോക്ടറാണ്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഡയഗ്നോസിസ് പ്രൊവൈഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തത്. സോ ദാറ്റ് ഈസ് എ പാസീവ് വോയിസ്. യു ക്യാൻ റൈറ്റ് as he has been diagnosed with
something. But never write he has diagnosed, because has diagnosed എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റ് സ്വന്തമായി ഡയഗ്നോസ് ചെയ്തു എന്നുള്ളൊരു അർത്ഥമൊക്കെയാണ് അതിന് വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയരുത് he has been diagnosed. has diagnosed എന്നൊരു വാക്ക് ഇല്ല. അതിന് പകരം പേഷ്യൻറ്റിന് സ്വന്തമായി ഉണ്ടായ കാര്യങ്ങൾ he has recovered, അത് നിങ്ങൾക്ക് പറയാം. ഹാസ് പ്ലസ് ഇ ഡി പ്രസൻറ്റ് പെർഫെക്റ്റിലെ ആക്റ്റീവ് വോയിസിൻ്റെ സെൻറ്റൻസ് ആണ്. സോ ഹീ ഹാസ് റിക്കവേർഡ് എന്ന് പറയാം. അതിന് പകരം ഹീ ഹാസ് ബീൻ റിക്കവേർഡ് എന്ന് പറയില്ല. എന്തുകൊണ്ടാണ്? റിക്കവറി സംഭവിച്ചിരിക്കുന്നത് പേഷ്യൻറ്റിനാണ്. അതൊരു ഡയറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്, ആക്റ്റീവ് സെൻറ്റൻസ് ആണ്. സോ ഒരിക്കലും ഹീ ഹാസ് ബീൻ റിക്കവേർഡ് എന്ന് പറയരുത്. ഹീ ഹാസ് റിക്കവേർഡ് എന്നുള്ളതാണ് കറക്റ്റ്. സോ പ്രസൻറ്റ് പെർഫെക്റ്റിലെ ആക്റ്റീവ് വോയിസിൻ്റെയും പാസീവ് വോയിസിൻ്റെ ഒരു എക്സാമ്പിളാണ് ആക്റ്റീവ് വോയിസ് ഹീ ഹാസ് റിക്കവേർഡ്, പാസീവ് വോയിസ് ഹീ ഹാസ് ബീൻ ഡയഗ്നോസ്ഡ്. ഒരു വ്യത്യാസം മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. പാസീവ് വോയിസിലാക്കുമ്പോൾ നമ്മളൊരു ബീൻ കൂടെ ചേർക്കുന്നു. സോ ആക്റ്റീവ് വോയിസിൻ്റെയും പാസീവ് വോയിസിൻ്റെയും രണ്ട് കോമൺ എറേഴ്സും വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് സെൻറ്റൻസുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി ഈ കോമൺ എറേഴ്സ് നിങ്ങളുടെ ലെറ്ററിൽ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു. IILT, it's my cup of tea.